Crow, the lucky mascot of Curry and Spices RanjusOwn. Keep watching. നമ്മുടെ രസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. ആദ്യം തന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ വാഴപ്പിണ്ടി, ഒരു 1/2 കപ്പോളം വാഴപ്പിണ്ടി. അത് ഇതേപോലെ ക്ലീൻ ചെയ്ത് ഔട്ടർ കവറിങ് എല്ലാം ഞാൻ മാറ്റിയിട്ട് ഇത്രയും എടുത്ത് ആദ്യം റൗണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ നാര് എടുക്കാനും എളുപ്പമുള്ള. റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ അത് 4 ആയിട്ട് കട്ട് ചെയ്യുക. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് എന്നിട്ട് 1 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ തൈരും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഈ വാഴപ്പിണ്ടി ഇട്ട് വെക്കുക. കാരണം ഇതിൻ്റെ കളറ് മാറാതിരിക്കാനായിട്ടാണ്. അല്ലെങ്കിൽ ഈ വാഴപ്പിണ്ടി കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു ഡാർക്ക് കളറായിട്ട് വരും, കളറ് മാറും. പിന്നെ നമ്മുടെ സാമ്പാർ ദാൽ 1/4 കപ്പ് സാമ്പാർ ദാൽ വേവിച്ചതുണ്ട്, 1 ടൊമാറ്റോ, 1 ഇഞ്ച് നീളത്തിലുള്ള 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി 4 അല്ലി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, കൊറിയാൻഡർ പൗഡർ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ജീരകപ്പൊടി 1 ടീസ്പൂൺ, പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ. അത് എരിവ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ 1 ടീസ്പൂൺ വരെ ആക്കാം. കറിവേപ്പില ആവശ്യത്തിന്, പിന്നെ ലെമൺ ജ്യൂസ് 1 ടേബിൾ സ്പൂൺ, നെയ്യ് 1 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, കായപ്പൊടി 1/4 ടീസ്പൂൺ, ജീരകം 1/2 ടീസ്പൂൺ, പിന്നെ ഒന്ന് ഗാർണിഷ് ചെയ്തിടാനായിട്ട് കുറച്ച് മല്ലിയില, ആവശ്യത്തിന് ഉപ്പ്. ഇനി രസം എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. രസത്തിൽ നമ്മൾ എപ്പോഴും നെയ്യ് തന്നെയാണ് ഇടേണ്ടത്. കാരണം നെയ്യ് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് വഴട്ടി ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി ഇടുക. ഇനി ഇതിലേക്ക് നമ്മളുടെ വാഴപ്പിണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇടാം. ടൊമാറ്റോ, മുളക് പൊടി, ജീരകപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം. കാരണം രസം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ലൂസായിട്ടല്ലേ ഇരിക്കുക. അപ്പം ഞാൻ 1.5 കപ്പ് വെള്ളത്തോളം ഒഴിച്ചിട്ടുണ്ട്. കുക്കറിൽ നിന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 3 വിസിൽ കേൾപ്പിക്കണം. ഇതിപ്പോൾ 3 വിസിൽ കേൾപ്പിച്ച് ഉടനെ തന്നെ ആ പ്രഷർ അങ്ങ് മാറ്റിയതാണ്. ഒന്നുകൂടെ ഫ്ലെയിം എല്ലാം ഓൺ ചെയ്തു. ഇനിയും ഇതിലേക്ക് ദാല് 1/4 കപ്പ് ദാല് വേവിച്ച്, നേരത്തെ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ഒന്നും ഇല്ലാണ്ട് തന്നെ നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചതാണ്, അതും കൂടെ ചേർക്കുക. പിന്നെ ലൈം ജ്യൂസ്. ഈ സമയത്ത് ഉപ്പും എരിവും ഒന്ന് നോക്കുക. അഥവാ എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുക. രസം എന്ന് പറയുമ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി അല്ലേ, അപ്പം അതിനനുസരിച്ചിട്ടുള്ള വെള്ളം അവരവർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ദാലും കൂടി ഇടുമ്പോൾ കുറച്ചൊന്ന് കുറുകും. 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് ഇനി ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 4 to 5 മിനിറ്റ്സ് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. നാലഞ്ച് മിനിറ്റായി. ഈ നെയ്യ് നമ്മൾ ഫസ്റ്റ് ആ കടുക് വറുക്കാനായിട്ടൊക്കെ ഇട്ട നെയ്യ് എല്ലാ സൈഡിലേക്കൊന്നും ആയിട്ടുണ്ട്, ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മുടെ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്നിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മളുടെ സ്പെഷ്യൽ വാഴത്തണ്ട് രസം ഇവിടെ റെഡി. ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കറി ആൻഡ് സ്പൈസസ് രഞ്ജൂസോൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.